ഗുരുജി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളാണ്. ഈ കാർട്ടൂൺ പുസ്തകം അവതരിപ്പിക്കാം എന്ന് ഏറ്റിരുന്നത് നമ്മുടെ ഡോക്ടർ കെ സുന്ദരേശനാണ്. അദ്ദേഹത്തിന്റെ ചില ഔദ്യോഗിക കാര്യങ്ങളാൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞു തീർക്കാം. കാരണം നമുക്ക് സമയമില്ല. നമ്മൾ ആകാശത്തിലേക്ക് നോക്കുകയാണ്. മഴയെ നീ എങ്ങു പെയ്യും, നമുക്കായിരിക്കാൻ ഓർമ്മ സങ്കല്പിക്കാൻ എന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ മുരുകൻ സാറിന്റെ, ഷിബുവിന്റെ തന്നെ തലകളാണ് ഓരോ പേജിലും. ഓരോ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ തലകളാണ്, മുഖങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആ താടിയാണ്, ഈ രൂപമാണ്. ഈ രൂപത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവതലങ്ങൾ ചിത്രത്തിലൂടെ, അഥവാ പലതരത്തിൽ പല ആംഗിളിൽ അദ്ദേഹം അതിനെ രൂപപ്പെടുത്തി. എന്ന് വെച്ചാൽ മുഖവും തലയും താടിയുമൊക്കെ ഒരേ രൂപത്തിലാണെങ്കിലും അതിന് താഴെയുള്ള ഭാഗം അദ്ദേഹത്തിന്റെ ചിത്രകല കൊണ്ട് അതിനെ പല രൂപത്തിലും, ചിലപ്പോൾ ഒരു പാമ്പിന്റെ രൂപത്തിലും, ചിലപ്പോൾ ഒരു തവളയുടെ രൂപത്തിലും, ചിലപ്പോൾ വേറെ ചില വ്യത്യസ്തമായിട്ടുള്ള ഭാവന രൂപത്തിലും അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുകയാണ്. അത് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ചിത്രകലയിൽ അദ്ദേഹത്തിനുള്ള ഒരു ശക്തമായിട്ടുള്ള അറിവും പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും നമുക്ക് അതിൽ കാണാൻ കഴിയും. കാരണം കവിത എന്ന് പറയുന്നത് തന്നെ ഒരു ചിത്രമാണ്. കാരണം ഇപ്പം നമ്മൾ ഈ കവിതകളിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ചിത്രം പ്രത്യക്ഷപ്പെടാറുണ്ട്. പല കവിതകളും, വയലാറിൻ്റെയൊക്കെ പല കവിതകളും വായിക്കുമ്പോൾ, നാലണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ, ആറണക്കിനി നിന്റെ കുഞ്ഞിനെ ആരു വാങ്ങുമീ ചന്തയിൽ, അന്തിതൻ ചോണരേഖ മാഞ്ഞുതൽ അന്തരീക്ഷ വിളകവേ ആ വിശാല നഗര സീമയിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ചിത്രം പറയും, ഒരു മുണ്ടാഷ്. അപ്പോൾ ആ ചിത്രാക്ഷരങ്ങൾ, കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചിത്രങ്ങൾ, അപ്പോൾ അതുപോലെ ആ വേദഗുരുവിന്റെ ഓരോ വ്യത്യസ്ത ഭാവങ്ങൾ ഈ ഓരോ ചിത്രങ്ങളിലായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം.